ഹലോ ഫ്രണ്ട്സ്, ഇന്നത്തെ നമ്മളെ വീഡിയോ ഞാൻ സെലക്ട് ചെയ്ത ഒരു 6 അടുപ്പിൻ്റെ വീഡിയോ ആണ് കേട്ടോ. വിറകടുപ്പിൻ്റെ വീഡിയോ ആണ്, പുകയില്ലാത്ത ആലുവ അടുപ്പിൻ്റെ വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ ഞാൻ 6 ഇവിടെ സെലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഞാൻ 6 വ്യത്യസ്ത മോഡലുള്ളതാണ് ഇപ്പോൾ കാണിക്കാം. ഫസ്റ്റ് തന്നെ എൻ്റെ അടുപ്പാണ് കാണിക്കാൻ പോകുന്നത്. അപ്പോൾ ഇതിൻ്റെ മൊത്തത്തിൽ നമ്മൾ വിരിച്ചിട്ടുള്ളത് ടൈലാണ്, ബ്ലാക്ക് ടൈലാണ് വിരിച്ചിട്ടുള്ളത്. പിന്നെ ഇതിൻ്റെ ഫ്രെയിം വന്നിട്ട് ഇരുമ്പിൻ്റെ ഫ്രെയിമാണ് കേട്ടോ നമ്മൾ വെച്ചിട്ടുള്ളത്. പിന്നെ ഇത് തുറക്കാനും അതേപോലെ നമുക്ക് ഫുഡൊക്കെ ഉണ്ടാക്കി ഒക്കെ കഴിഞ്ഞിട്ട് അടക്കാനും പറ്റുന്ന ടൈപ്പ് ആലുവ അടുപ്പാണ്. അപ്പോൾ വ്യത്യസ്ത മോഡലിലുണ്ടല്ലോ. പിന്നെ ഇതിൻ്റെ സൈസ് ഏറ്റവും ചെറുത് വന്നിട്ടുള്ളത് 10ഉം ഇത് 12ഉം ആണ് കേട്ടോ. പിന്നെ ഇതിൻ്റെ ഇടയിൽ ചെറുതായിട്ടൊന്ന് വരുന്നുണ്ട്, നമുക്ക് അതിൻ്റെ ഇടയിലായിട്ട് എന്തെങ്കിലും വെക്കാനൊക്കെ ആയിട്ട് ചെറിയ അടുപ്പ് വരുന്നുണ്ട്. പിന്നെ അപ്പോൾ അങ്ങനെ 3 സൈസ് അടുപ്പാണ് വന്നിട്ടുള്ളത്. പിന്നെ ഇതാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത് 10 സൈസ് അടുപ്പ്. പിന്നെ ഇതിൻ്റെ ഫ്രെയിം ഇരുമ്പാണ്. അപ്പോൾ ഈ ഫ്രെയിം ഇടയ്ക്കിടയ്ക്ക് ഒരു തുരുമ്പ് പിടിച്ച പോലെ ആവും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, കുറച്ച് വെളിച്ചെണ്ണ എടുത്തിട്ട് തടവി കൊടുത്താൽ മതി. അങ്ങനെ മാസത്തിലൊരിക്കൽ ചെയ്താൽ നല്ല കളർ കിട്ടും കേട്ടോ. പിന്നെ ഇത് തുറക്കുന്നത് ഇതേപോലെയാണ്. ഇതേപോലെ ചെയ്തിട്ട് നമുക്ക് നമ്മളെ വിറകും ഒക്കെ കത്തി കഴിഞ്ഞതിന് ശേഷം അതേപോലെ അടച്ചിട്ട് നമുക്ക് തുടച്ചെടുക്കാം. നല്ല വൃത്തിയാണ് കേട്ടോ. അപ്പോൾ നന്നായിട്ട് കത്തുന്ന ഒരു അടുപ്പാണ്. ഇതിന് ചിമ്മിനിയോ അങ്ങനത്തെ കാര്യങ്ങളൊന്നുമില്ല, പക്ഷെ നല്ല പുകയൊന്നും പുറത്തേക്ക് വരാതെ നല്ല രീതിയിൽ കിട്ടുന്നുണ്ട്. പിന്നെ ഈ അടുപ്പ് ഞാൻ അത്രക്കാണ് മൂട്ടാറില്ല കേട്ടോ, കാരണം ഇത് കുറച്ച് വലുപ്പമുള്ള അടുപ്പാണ്. ഒരു 2 കിലോ 3 കിലോ ബിരിയാണിയൊക്കെ വെക്കാൻ പറ്റുന്ന ഒരു അടുപ്പാണ്. അപ്പോൾ ഞാൻ മൊത്തത്തിൽ അത് എടുക്കാറില്ല. ഇതാണ് ഇതിൻ്റെ മൊത്തത്തിലുള്ളൊരു വ്യൂ. അതിൻ്റെ അടുത്തായിട്ടാണ് എൻ്റെ ഗ്യാസ് വെച്ചിട്ടുള്ളത്. അതിനപ്പുറത്തായിട്ട് എൻ്റെ സിങ്കും ഉണ്ട്. പിന്നെ ഒട്ടും പുക പിടിച്ചിട്ടില്ല കേട്ടോ. അത് ഏകദേശം 6 വർഷമൊക്കെ ആയി ഇതിൻ്റെ പണി കഴിഞ്ഞിട്ട്, ഒരു കംപ്ലൈൻറ്റും ഇതുവരെയായിട്ടും ഇല്ല. അപ്പോൾ ഇതാണ് എൻ്റെ അടുപ്പ്. പിന്നെ ഇതിനെക്കുറിച്ച് കൂടുതലായിട്ട് പിന്നെ ആ അടുപ്പിൻ്റെ മൂടി ഉണ്ടല്ലോ, അത് നമ്മളിത് വാങ്ങുമ്പോൾ അതായത് ചെയ്ത് തന്നവർ വെച്ചിട്ടുള്ള അടുപ്പാണ് കേട്ടോ. അതും സ്റ്റീലാണ് വന്നിട്ടുള്ളത്. പിന്നെ കാണിക്കാൻ പോകുന്നത് ഇതിൻ്റെ ഏട്ടത്തിൻ്റെ അടുപ്പാണ്. അപ്പോൾ ഇത് മൊത്തത്തിൽ വിരിച്ചിട്ടുള്ളത് ഗ്രാനൈറ്റാണ്. പിന്നെ ഇതിൻ്റെ ഫ്രെയിം ഇരുമ്പാണ്. ഇതിൻ്റെ അടുപ്പുകളൊക്കെ സ്റ്റീലാണ് വന്നിട്ടുള്ളത് കേട്ടോ. നമ്മൾ അവിടെ കണ്ട പോലെ ഇതിനെ തുറക്കുന്ന ഭാഗം സ്റ്റീലിൻ്റെ ഒരു അടുപ്പാണ്. അതേപോലെ ഗ്രാനൈറ്റോ ടൈലോ അങ്ങനത്തെ ഒന്നല്ല വന്നിട്ടുള്ളത്. ഇതൊരു വേറെ മോഡൽ അടുപ്പാണ്. പിന്നെ ഞാൻ കാണിച്ചില്ല മാർക്കറ്റത്, അത് അവിടെ ഇരുമ്പാണ് കേട്ടോ. പിന്നെ ഇതിൻ്റെ സൈസും എനിക്ക് തോന്നുന്നത് 10 12 ആണോ എന്നൊരു സംശയമുണ്ട്, കൃത്യമായിട്ട് എനിക്കറിയില്ല. അപ്പോൾ ഇതാണ് ഇത് മൊത്തത്തിലുള്ളൊരു വ്യൂ. ഇതിന് ചിമ്മിനിയൊന്നും ഇല്ല കേട്ടോ, അങ്ങനെ കൊടുത്തിട്ടുള്ളതാണ്. പിന്നെ ഇത് വേറൊരു മോഡലാണ്. ഇപ്പോൾ ഇതിന് ടൈലാണ് വിരിച്ചിട്ടുള്ളത്. പിന്നെ ഇതിൻ്റെ ഫ്രെയിം വന്നിട്ട് ഇരുമ്പാണ്, അടുപ്പ് വന്നിട്ട് സ്റ്റീലാണ്. പിന്നെ ഇതിന് നമ്മൾ നേരത്തെ തുറക്കാൻ തീ മൂട്ടുന്ന ഭാഗം തുറന്നെടുക്കാനൊന്നും പറ്റുന്ന രീതിയിലല്ല ചെയ്തിട്ടുള്ളത്. സാധാരണ നമ്മൾ പണ്ട് അടുപ്പുള്ള പോലെ തന്നെയാണ് ചെയ്തിട്ടുള്ളത്, സ്റ്റെപ്പായിട്ടാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതും നല്ലോണം കത്തുന്നുണ്ട് എന്നാണ് അവർ പറഞ്ഞത്. ഇതിന് ചിമ്മിനിയൊന്നും ഇല്ല, നേരെ പ്ലെയിൻ ആയിട്ടാണ് ചെയ്തിട്ടുള്ളത്. ഇതിൻ്റെ കസിൻ്റെ അടുപ്പാണ് കേട്ടോ. പിന്നെ അവളോട് വിട്ട് തരാൻ പറഞ്ഞിട്ട് അവൾ വീഡിയോ ഇട്ട് തന്നിട്ടുള്ളതാണ്. അപ്പോൾ ഇതൊരു മോഡലാണ് ഇതേപോലത്തെ. അതിപ്പോൾ നമ്മൾ 3ാമത്തെ അടുപ്പാട്ടോ അത് കാണുന്നത്. 3 വ്യത്യസ്ത മോഡലിലുള്ളതാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇനി നമുക്ക് 4ാമത്തെ അടുപ്പ് കാണാം. ഈ വീട്ടിലുള്ള മറ്റൊരു അടുപ്പാണ് കേട്ടോ ഇതിൻ്റെ ഫ്രെയിം വന്നിട്ട് സ്റ്റീൽ തന്നെയാണ്. പിന്നെ മൊത്തത്തിൽ ടൈലാണ് കൊടുത്തിട്ടുള്ളത്. നേരത്തെ കണ്ട പോലെ തന്നെ സ്റ്റെപ്പ് ഇട്ട് ചെയ്ത പോലെയാണ് കേട്ടോ, അല്ലാതെ അടക്കാനും തുറക്കാനും ആയിട്ട് വേറെ സെപ്പറേറ്റ് ആയിട്ട് ഒന്നും ചെയ്തിട്ടില്ല. ഇത് ഈ വീട്ടിലുള്ള തന്നെ മറ്റൊരു അടുപ്പാണ് കേട്ടോ. ഇനി കാണാൻ പോകുന്നത് വേറൊരു മോഡൽ അടുപ്പാണ്. ഇത് മൊത്തത്തിൽ ഗ്രാനൈറ്റും അതുപോലെ തന്നെ മൊത്തത്തിൽ സ്റ്റീലാണ് ചെയ്തിട്ടുള്ളത്. പിന്നെ നമ്മൾ ഗ്യാസൊക്കെ ചെയ്യണ പോലെയുള്ള ഗ്യാസിൻ്റെയൊക്കെ പോലെയുള്ളൊരു ഇതാണ് വന്നിട്ടുള്ളത്. കാരണം സ്റ്റീലാണെങ്കിലും സെപ്പറേറ്റ് അല്ല, മൊത്തത്തിൽ ഒറ്റയടിക്കാണ് ഇതിൻ്റെ അടുപ്പൊക്കെ വരുന്നത്. പിന്നെ ഇത് പറഞ്ഞല്ലോ ഫുള്ളായിട്ട് ഗ്രാനൈറ്റ് ആണെന്ന്. അപ്പോൾ ഇതാ ഗ്രാനൈറ്റ് ഇങ്ങനെയാണ് വെച്ചിട്ടുള്ളത്. തുറക്കാനും അടക്കാനൊക്കെ നേരത്തെ കണ്ടില്ലേ, അതേപോലെയാണ്. അപ്പോൾ ഇതാ ഇതേപോലെയാണ് കേട്ടോ അത് തുറക്കുന്നതും അടക്കുന്നതും. പിന്നെ ഇത് ഒട്ടും സ്പേസ് ഇല്ലാതെയാണ് ഗ്രാനൈറ്റ് ഉണ്ടാവുക. ടൈലിൻ്റെ പോലെ സ്പേസ് ഒന്നും ഉണ്ടാവില്ല. പിന്നെ ഇത് വിരിച്ചതായിട്ട് അറിയില്ല കേട്ടോ, അതിനെവിടെയാണ് നമ്മൾ തുറക്കുന്നതെന്നൊന്നും പെട്ടെന്ന് നോക്കിയാൽ അറിയൊന്നുമില്ല. പിന്നെ കുറച്ച് വെയിറ്റ് ഉണ്ടാവും തുറക്കുമ്പോഴൊക്കെ. ഇനി മറ്റൊരു അടുപ്പും കൂടി കാണാം.
നമ്മൾ കാണാൻ പോകുന്ന 6ാമത്തെ അടുപ്പാണ് കേട്ടോ. ഇത് മൊത്തത്തിൽ ഗ്രാനൈറ്റ് ആണ്. പിന്നെ നേരത്തെ പോലെ സ്റ്റീലിൻ്റെ കണ്ടില്ലേ, അതേപോലെ തന്നെയാണ് കേട്ടോ ഇതും ചെയ്തിട്ടുള്ളത്. സ്റ്റീലിൻ്റെ പകരം ഇരുമ്പാണെന്നേ ഉള്ളൂ. അപ്പോൾ ഇത് തുറക്കുന്ന ഭാഗത്ത് ഞാനായിട്ട് ഒരു ഏരോ മാർക്ക് ഇട്ടിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ ഫ്രെയിം മൊത്തത്തിൽ ഇരുമ്പാണെന്ന് പറഞ്ഞില്ലേ, അത് സെപ്പറേറ്റ് ഒന്നല്ല കേട്ടോ, മൊത്തം ഗ്യാസൊക്കെ ചെയ്യണ പോലെയാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതാണ് മൊത്തത്തിലുള്ള വ്യൂ. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. മറ്റൊരു വീഡിയോയുമായി ഇൻഷാ അല്ലാഹ് വീണ്ടും വരാം. താങ്ക്സ് ഫോർ വാച്ചിങ്.